മീശപ്പുലിമലയിൽ മഞ്ഞ് വീഴുന്നത് കണ്ടിട്ടുണ്ടോ? മാജിക് മഷ്റൂം കണ്ടിട്ടുണ്ടോ? ഇതൊന്നും കാണാണ്ട് അങ്ങേ ലോകത്തേക്ക് ചെന്നിട്ട് എന്തിനാന്ന് ചാർലി ചോദിച്ചത് ആരും മറന്നിട്ടുണ്ടാവില്ല. ഇടുക്കി ജില്ലയിലാണ് ഈ പറഞ്ഞ മീശപ്പുലിമല എന്ന സ്വർഗം. മൂന്നാറിൽ നിന്നും ഏകദേശം 27 കിലോമീറ്റർ ദൂരമുണ്ട് മീശപ്പുലിമലയിലേക്ക്. സൗത്ത് ഇന്ത്യയിൽ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് ഈ മീശപ്പുലിമല. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളിൽ ഉൾപ്പെട്ട മീശപ്പുലിമല ജൈവ വൈവിധ്യങ്ങളാലും നിറഞ്ഞു കിടക്കുന്ന പുൽമേടുകളാലും പ്രകൃതി വിരുന്ന് ഒരുക്കിയിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണത്. ദക്ഷിണേന്ത്യയിലെ ട്രക്കേഴ്സിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് മീശപ്പുലിമല. ഇവിടേക്ക് കടന്നു ചെല്ലാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രത്യേക അനുവാദം മുൻകൂട്ടി വാങ്ങേണ്ടതാണ്. മൂന്നാർ ടൗണിൽ നിന്ന് മാട്ടുപ്പെട്ടി വഴി അരുവിക്കാട് എസ്റ്റേറ്റിലൂടെ 24 കിലോമീറ്റർ യാത്ര ചെയ്ത മീശപ്പുലിമലയുടെ ബേസ് ക്യാമ്പിലെത്താം. KFDC ഒരുക്കുന്ന ബേസ് ക്യാമ്പ്, സ്കൈ കോട്ടേജ്, റോഡോ മാൻഷൻ എന്നീ 3 സ്റ്റേ സൗകര്യങ്ങളാണ് മീശപ്പുലിമലക്കടുത്ത് ലഭ്യമായിട്ടുള്ള താമസ സൗകര്യങ്ങൾ. ബേസ് ക്യാമ്പിൽ ടെൻറ്റ് സൗകര്യപ്രദമാണ്. പക്ഷെ രാത്രി വീഴുമ്പോഴേക്കും അവിടുത്തെ താപനില നന്നായി കുറയും. ടെൻറ്റിൽ താമസിക്കുന്നവർക്ക് വിശ്രമമുറികൾ അടുത്തുള്ള കെട്ടിടത്തിൽ അവർ ക്രമീകരിച്ചിട്ടുണ്ട്. ക്യാമ്പ് ഫയർ പോലുള്ള വൈദ്യുത പ്രവർത്തനങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്കൈ കോട്ടേജ് മെയിൻലി മധുവിധു ആഘോഷിക്കുന്ന ദമ്പതിമാർക്കും ആൾക്കൂട്ടത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നവർക്കും വേണ്ടിയുള്ളതാണ്. മനോഹരമായിട്ടൊരു വെള്ളച്ചാട്ടത്തിന് അഭിമുഖമായി ഒരു മലഞ്ചെരുവിലെ ഏകാന്തവും ആളൊഴിഞ്ഞുമായിട്ടുള്ള ഒരു കെട്ടിടമാണ് ഈ സ്കൈ കോട്ടേജ്. 7500 അടി ഉയരത്തിലാണ് റോഡോ മാൻഷൻ സ്ഥിതി ചെയ്യുന്നത്. ട്രക്കിംഗ് ആരംഭിക്കുന്ന മീശപ്പുലിമലയുടെ താഴ്വാരത്തിലാണ് ഈ മാളിക. ഒരു ഗ്രൂപ്പായി നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ റോഡോ മാൻഷൻ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. കാരണം 10ലധികം ആളുകൾക്ക് ഇവിടെ ഒരുമിച്ച് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. KDFCയുടെ താമസ സൗകര്യങ്ങളുടെ ഡീറ്റെയിൽ വേണ്ടവർക്ക് ഞാനിവിടെ താഴെ ലിങ്കിൽ ചേർക്കുന്നുണ്ട്. മീശപ്പുലിമലയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത് ആനയിറങ്കൽ ഡാമിനടുത്തുള്ള കാമ്പർ വുഡിയുടെ ക്യാമ്പിൽ നിന്നായിരുന്നു. ആനയിറങ്കൽ ഡാമിനെ അഭിമുഖീകരിച്ച് മലമുകളിൽ ഒരുക്കിയിരിക്കുന്ന പ്രകൃതി മനോഹരമായൊരു സ്ഥലമാണ് കാമ്പർ വുഡിയുടെ ഈ താമസ സ്ഥലം. കാമ്പർ വുഡിയിൽ താമസിച്ച് മീശപ്പുലിമലയിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ഇതിൻ്റെ ഡീറ്റെയിൽ ഞാനിവിടെ താഴെ ചേർക്കുന്നുണ്ട് ലിങ്കിൽ. മുൻകൂട്ടി ബുക്ക് ചെയ്ത പ്രകാരം തലേ ദിവസം നമ്മൾ കാമ്പർ വുഡിയിലെത്തി. ഇവിടെ ഒരുക്കിയിരിക്കുന്ന ക്യാമ്പ് ഫയർ ആസ്വദിച്ച് രാത്രി ഭക്ഷണം കഴിച്ച ശേഷം ടെൻറ്റുകളിൽ വിശ്രമിച്ചു. മുന്നേ ബുക്ക് ചെയ്തതനുസരിച്ചിട്ട് അതിരാവിലെ ഏകദേശം 4 മണിയോട് കൂടിയിട്ട് ജീപ്പായിട്ട് നമ്മുടെ ബിജിച്ചേട്ടൻ എത്തി. തലേ ദിവസം ക്യാമ്പ് ഫയറും രാത്രി ഭക്ഷണവും കഴിഞ്ഞ് കിടക്കാൻ ഒരുപാട് താമസിച്ചതിനാൽ രാവിലെ എണീക്കുന്ന എനിക്ക് വളരെ ബുദ്ധിമുട്ടേറിയ അനുഭവമായിരുന്നു. ഏകദേശം 1.5 മണിക്കൂർ ഓഫ് റോഡ് യാത്ര ചെയ്ത് കൊളുക്കുമലയുടെ മുകളിലെ സൺറൈസിൽ പോയിന്റിൽ എത്തുന്നത്. ഈ ഓഫ് റോഡിലൂടെ നേരം പുലർന്നതിന് മുന്നേ ഇരുട്ടിൽ ജീപ്പ് ഓടിക്കുന്ന ബീച്ചേട്ടനെ പോലുള്ള ആൾക്കാരുടെ ഡ്രൈവിംഗ് സ്കിൽസ് ഒന്ന് വേറെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം പലയിടത്തും കുത്തനെയുള്ള കയറ്റങ്ങളും കൊടും വളവുകളായതിനാൽ ഇടയ്ക്ക് വണ്ടി റിവേഴ്സായിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. കുറ്റാക്കൂറിയിട്ട് റിവേഴ്സ് എടുക്കുമ്പോൾ വഴിയരികിലുള്ള മരങ്ങളും പാറക്കൂട്ടങ്ങളും അടയാളം കണക്കാക്കിയിട്ടാണ് വണ്ടി പിന്നോട്ടെടുക്കുന്നത്. 1 ഇഞ്ച് തെറ്റിയ അഗാധമായ കൊക്കയിലേക്ക് വണ്ടി മറിയും. അതിനെ വളരെ ശ്രദ്ധിച്ചും കരുതലോടും കൂടിയാണ് ഇവർ വണ്ടി ഓടിച്ചിരുന്നത്. സാധാരണഗതിയിൽ 1500 മുതൽ 2000 രൂപ വരെയാണ് ഈ ജീപ്പ് യാത്രയ്ക്കുള്ള ചാർജ്. അങ്ങനെ കാമ്പർ വുഡിൽ നിന്ന് കൊളുക്കുമലയിലെത്തി സൂര്യോദയം ആസ്വദിച്ച ശേഷം ജീപ്പിൽ ഏകദേശം ഒരു 7:30 മണിയോടെ മീശപ്പുലിമലയുടെ ബേസ് ക്യാമ്പിൽ നമ്മളെത്തി. കാമ്പർ വുഡിൽ നിന്ന് ക്രമീകരിച്ചതനുസരിച്ചിട്ട് നമ്മൾ അനുഗമിക്കാൻ നമ്മുടെ ട്രക്കിംഗ് ഗൈഡും മീശപ്പുലിമലയുടെ ബേസ് ക്യാമ്പിൽ നമ്മുടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തോടൊപ്പം നമ്മൾ മുകളിലേക്കുള്ള ട്രക്കിംഗ് ആരംഭിച്ചു. ഏകദേശം ഒരു 3 കിലോമീറ്റർ പിന്നിട്ടപ്പോൾ പ്രകൃതി ഭംഗിയുടെ ഇതുവരെ കാണാത്തൊരു അന്തരീക്ഷം നമ്മുടെ മുന്നിൽ കാണാനിടയായി. നമ്മുടെ ഗൈഡിൽ നിന്നും ഇത് റോഡോ വാലിയാണെന്നറിഞ്ഞു. കടും ചുവപ്പ് നിറത്തിലുള്ള റോഡോഡെൻഡ്രോൺ പൂമരങ്ങൾ കൊണ്ട് നിറഞ്ഞൊരു പ്രദേശമാണിത്. റോഡോ വാലിയിൽ നിന്ന് 2 മണിക്കൂർ ഒറ്റയടിപ്പാത പതുക്കെ കയറി വെള്ളച്ചാട്ടങ്ങൾ, കാട്, പുൽമേട്, താഴ്വാരം ഇങ്ങനെയുള്ള ഭൂപ്രകൃതികളൊക്കെ താണ്ടി നമ്മൾ മെല്ലെ നടന്നു. മേഘങ്ങളെ തൊട്ട് സാഹസികമായൊരു സഞ്ചാരമാണ് മീശപ്പുലിയിലേക്കുള്ള കയറ്റം. കയ്യിൽ കരുതിയിരുന്ന ലഘുഭക്ഷണ പൊതികളും വെള്ളവും കഴിച്ച് ഞങ്ങൾ യാത്രാമധ്യേ വിശപ്പടക്കി. നമ്മുടെ ഗൈഡ് നമുക്ക് വേണ്ടി കുറച്ച് പഴവർഗ്ഗങ്ങളും ഗ്ലൂക്കോസും കൊണ്ടുവന്നിരുന്നു. ഏകദേശം 2-2:30 മണിയോടുകൂടി ഞങ്ങൾ മീശപ്പുലിമലയുടെ മുകളിലെത്തി. ഇത്രയധികം കഷ്ടപ്പെട്ട് നടന്ന ക്ഷീണമെല്ലാം മീശപ്പുലിമലയുടെ മുകളിലെത്തിയപ്പോൾ ഞങ്ങൾ മറന്നു. കാരണം അത്രയധികം പ്രകൃതി മനോഹരമായൊരു സ്ഥലമായിരുന്നു അത്. ആകാശത്തിൻ്റെ ഏതോ ഉയരങ്ങളിലെത്തിയതുപോലെയാണ് ഇവിടെ അനുഭവപ്പെടുക. മീശപ്പുലിമലയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ പലതാണ്. കിഴക്ക് ഭാഗത്തായിട്ട് തമിഴ്നാടിൻ്റെ ഭാഗങ്ങളായ കമ്പം തേനി, ശ്രീരംഗപുരം, ഹാരിസൺ തേയിലത്തോട്ടങ്ങൾ, കൊളുക്കുമല, അത് കഴിഞ്ഞാൽ ആനമുടി, സൂര്യനെല്ലി, അകമലെ ഫോറസ്റ്റ്, മൂന്നാറിൻ്റെ ഒരുവിധ എല്ലാ ഭാഗങ്ങളും ഇവിടെ നിന്ന് കാണാൻ സാധിക്കും.
എന്നാൽ കോടമഞ്ഞ് ഇറങ്ങിയാൽ ഈ കാഴ്ചകളൊന്നും തന്നെ കാണാൻ സാധിക്കില്ല. ഏകദേശം 30 മിനിറ്റ് മീശപ്പുലിമലയുടെ മുകളിൽ ചെലവഴിച്ചതിന് ശേഷം നമ്മൾ താഴേക്കുള്ള യാത്ര ആരംഭിച്ചു. ഇടയ്ക്ക് 15 മിനിറ്റ് വീതമുള്ള ലഘു ഇടവേളകൾ എടുത്തതിന് ശേഷം ഏകദേശം ഒരു 6-6:30 മണിയോടുകൂടി ഞങ്ങൾ ബേസ് ക്യാമ്പിൽ തിരിച്ചെത്തി. മീശപ്പുലിമലയെക്കുറിച്ചുള്ള എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അറിയിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും നന്ദി.